ആലപ്പുഴ മാരാരിക്കുളത്ത് യുവതി ആത്മഹത്യ ചെയ്തത് സൗഹൃദക്കെണിയിൽപ്പെടുത്തി പീഡിപ്പിച്ചതിനെ തുടർന്ന് എന്ന് പരാതി. മാരാരിക്കുളം സ്വദേശിനി രഹനയാണ് മരിച്ചത്. ആലപ്പുഴ വണ്ടാനം സ്വദേശിയായ അൻസാഫിന്റെ നിരന്തര ഭീഷണിയെ തുടർന്നാണ് രഹന ആത്മഹത്യ ചെയ്തത് എന്ന് ചൂണ്ടിക്കാട്ടി ഭർത്താവ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. കഴിഞ്ഞ ഫെബ്രുവരി 15-നാണ് മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് തറയിവിളിയിൽ അരുൺകുമാറിന്റെ ഭാര്യ 29 വയസ്സുള്ള രഹന ആത്മഹത്യ ചെയ്തത്. തന്നെ സൗഹൃദക്കെണിയിൽപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ച വണ്ടാനം സ്വദേശിയായ അൻസാഫിന് വീഡിയോ കോൾ ചെയ്തുകൊണ്ടാണ് 2 കുട്ടികളുടെ അമ്മയായ യുവതി തൂങ്ങി മരിച്ചത്. പോസ്റ്റ് ഓഫീസിൽ താൽക്കാലിക ജോലി ചെയ്യുന്നതിനിടെയാണ് വണ്ടാനം സ്വദേശിയായ അൻസാഫുമായി രഹന സൗഹൃദത്തിലായത്. പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബന്ധുവിനെ പരിചരിക്കാനെത്തിയപ്പോൾ ഡിവൈഎഫ്ഐക്കാരോടൊപ്പം പൊതിച്ചോറ് വിതരണത്തിനും ഇയാളെത്തി. അങ്ങനെ ബന്ധം ദൃഢമായി. തുടർന്ന് താൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞ് പല ആവശ്യങ്ങൾക്കായി യുവതിയിൽ നിന്ന് 1.5 ലക്ഷം രൂപയും 3.5 പവന്റെ സ്വർണവും അൻസാഫ് വാങ്ങിയെടുത്തു. കഴിഞ്ഞ ഡിസംബർ 27-ന് എല്ലാം മടക്കി നൽകാമെന്ന് പറഞ്ഞെങ്കിലും നൽകിയില്ല. ഇക്കാര്യങ്ങൾ വീട്ടിലറിഞ്ഞതോടെ രഹന അൻസാഫിനൊപ്പം പോയി. പിന്നീടുള്ള ദിവസങ്ങളിൽ അൻസാഫിൽ നിന്നും ക്രൂരപീഡനമാണ് രഹനയ്ക്ക് നേരിടേണ്ടി വന്നത്. തുടർന്ന് ഭർത്താവിനെ വിളിച്ചു വരുത്തി തിരികെ പോന്നു. വീട്ടിലെത്തിയിട്ടും അൻസാഫ് രഹനയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും ഇയാളുടെ നിരന്തര ഭീഷണിയെ തുടർന്നാണ് രഹന ജീവനൊടുക്കിയതെന്നും ബന്ധുക്കൾ പറയുന്നു. അവൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തണ നമ്മളോട് പറയാനുള്ള ബുദ്ധിമുട്ട് അവൾക്ക്. എന്താ പറയണത്, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. നമ്മളോട് പറയാനുള്ള വിഷമം കൊണ്ടാണ് അങ്ങനെ ഭീഷണിയുടെ പുറത്താണ് അവൾ ഇത് ചെയ്തത്. ആത്മഹത്യ ചെയ്യണമെന്നും അവൾ വീഡിയോ കോൾ ചെയ്ത് വെച്ചുകൊണ്ടാണ് ചെയ്തത്. ഞാൻ എന്നെ ജീവിക്കാൻ നീ സമ്മതിക്കുക, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് കൊണ്ട് വീഡിയോ കോൾ ചെയ്ത് വെച്ചുകൊണ്ടാണ് അവൾ തൂങ്ങിയത്. ഭർത്താവിനെയും മക്കളെയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ രഹന കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. അവൻ ഭാര്യയെ ട്രാപ്പിലാക്കുമായിരുന്നു. ഒരു സൗഹൃദം കൂടി അവളുടെ കയ്യിൽ നിന്ന് ആദ്യം കുറച്ച് സാമ്പത്തിക ഇടപാട് നടത്തി. പിന്നെ അതും പറഞ്ഞ് അവൻ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സാമ്പത്തിക ഇടപാടിൻ്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അവൻ നിൻ്റെ വീട്ടിൽ വരും, അങ്ങനെ ഒരു ദിവസം ഇവിടെ വീട്ടിൽ വന്ന് കയറിയതിൻ്റെ പുറത്ത് അവൾ പേടിക്കുകയും അവൾ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ ഇതായിട്ടൊക്കെ കിടക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞും ഹോസ്പിറ്റലിൽ വെച്ച് ഇവൻ പിന്നെയും ഭീഷണിപ്പെടുത്തും, നിൻ്റെ ഭർത്താവിനെയും പിള്ളേരെ ഉണ്ടാകത്തില്ല. അൻസാഫിന് രാഷ്ട്രീയ സ്വാധീനമുള്ളതിനാൽ ചോദ്യം ചെയ്യാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ലെന്നും രഹനയുടെ കുടുംബം ആരോപിക്കുന്നു. ഇനി ഒരു പെൺകുട്ടിക്കും ഇങ്ങനൊരവസ്ഥ വരരുതെന്ന് കരുതിയാണ് കാര്യങ്ങൾ തുറന്നു പറയുന്നതെന്നും ബന്ധുക്കൾ വ്യക്തമാക്കുന്നു. ഇതിനൊരു നീതി ഉണ്ടായാലേ പറ്റുള്ളൂ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാവരും ഇതിൽ വരണം. ഞങ്ങൾക്ക് നീതി കിട്ടണം. നീതി കിട്ടിയാലേ പറ്റുള്ളൂ. ഇതുപോലെ ഒരു പെൺകുട്ടികൾക്ക് ഒരാപത്തും വരരുത്. രഹനയുടെ മരണത്തിന് കാരണക്കാരായവരെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ജനം, ആലപ്പുഴ.